മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 എംപിമാർ കൂടി വിമതപക്ഷത്തിനൊപ്പം ചേരുമെന്നാണ് സൂചന. ഇതോടെ ലോക്സഭയിലെ TMC വിമത എംപിമാരുടെ എണ്ണം 22 ആകും. തങ്ങളാണ് ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാളെ എംപിമാർ ലോക്സഭാ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലെ അസാധാരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംഘടനാ പുനഃസംഘടന മമതാ ബാനർജി പ്രഖ്യാപിച്ചു. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സജിത്ത്, തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം അസാധാരണ പ്രതിസന്ധിയാണ് മമതാ ബാനർജി നേരിടുന്നത്. വിമതർ അവരുടെ അവകാശവാദം ഉറപ്പിക്കാൻ നീങ്ങുമ്പോൾ എന്താണ് മമതാ ബാനർജി ഇപ്പോൾ ചെയ്യുന്നത്? അത് എത്രമാത്രം ഫലം കാണും? രേണു, അസാധാരണ പ്രതിസന്ധിയാണ്. നാളെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ടുകൊണ്ട് പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. നേരത്തെ രേഖാമൂലം ഉന്നയിച്ചതാണ്. പക്ഷേ നാളെ ലോക്സഭാ സ്പീക്കറെ നേരിട്ട് കാണുകയാണ്. 20 എംപിമാരാണ് ഇപ്പോൾ വിമത നീക്കം ലോക്സഭയിൽ നടത്തിയതെന്നാണ് കരുതുന്നത്. പക്ഷേ അവരുടെ എണ്ണം 22ആയി മാറും. 2 എംപിമാർ കൂടെ വിമത നീക്കത്തിനൊപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 22 പേരെന്ന വലിയൊരു നഷ്ടമാണ് ഉണ്ടാവുന്നത്. പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന വിമത എംപിമാരുടെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം പക്ഷേ ഏത് രീതിയിൽ ലോക്സഭാ സ്പീക്കർ പരിഗണിക്കുമെന്ന് വ്യക്തമല്ല. നിലവിൽ അറിയാനാവുന്നത് പാർട്ടി അധ്യക്ഷയോ ആരായാലും അവരുടെ നിലപാടിന് വിരുദ്ധമായി സ്പീക്കർക്ക് തീരുമാനമെടുക്കാനാവില്ല എന്നതാണ്. അങ്ങനെ തീരുമാനമെടുത്താൽ അതിന് നിയമപരമായ പ്രാബല്യം ഉണ്ടാവില്ല. ഒരുപക്ഷേ സ്പീക്കർ BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് അത്തരം ഒരു തീരുമാനമൊക്കെ എടുത്താൽ ഒരുപക്ഷെ അത് ചലഞ്ച് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും അസാധാരണമായ പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത്. നിയമസഭയിൽ വിമത നീക്കം മമതാ ബാനർജി സ്വന്തം ക്യാമ്പിൽ നിന്ന് നേരിട്ടതിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭയിലും സമാനമായ നീക്കമെന്നതാണ് സാഹചര്യം. ഇതിനെ നേരിടാനുള്ള നീക്കം മമതാ ബാനർജി നടത്തുന്നുണ്ട്. കാരണം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ നഷ്ടം കുറയ്ക്കാനുള്ള നീക്കമാണ്. ഇതിൻ്റെ ഭാഗമായി പുനഃസംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മമതാ ബാനർജി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് സംഘടനകളിലടക്കം ഈ മാറ്റം പ്രകടമായിട്ടുണ്ട്. അതിന് പുറമെ മറ്റു ചില മാറ്റം കൂടി ഉണ്ടാകും. അഭിഷേക് ബാനർജി തന്ത്രപ്രധാനമായ റോളിൽ ഇപ്പോൾ പാർട്ടിയുണ്ട്. അതിനപ്പുറം മറ്റു ചിലരെ ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം ചില പ്രഖ്യാപനങ്ങളും മമതാ ക്യാമ്പിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.